You can replace your friends. You can exchange your jewelry. You can change your jobs too. But you cannot change your certificates if there is a fake attestation on it. A fake attestation on your original certificate can send you to jail. Contact Eurogulf for genuine attestation services. HRD, MEA, Embassy Attestation and University Verification. Eurogulf Attestations. Authenticity guaranteed. Log on to eurogulf.com or email attestation@eurogulf.com. എവിടെയാ തുടങ്ങേണ്ടത്, എന്തൊക്കെയാ പറയേണ്ടത് എന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്നെ തൽക്കാലം ഒരു അളിയനായിട്ട് കാണണ്ട, ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടായിട്ട് കണ്ടാൽ മതി. എന്റെ പെങ്ങളുടെ ഭാഗത്ത് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു സാധാരണ പെണ്ണിൽ നിന്നുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്വഭാവ ദൂഷ്യവും അവളിൽ നിന്നുണ്ടാവാനുള്ള വഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം. അതാണ് എനിക്ക് ഈ വിഷയത്തിലുള്ള ആകാംക്ഷയും. പിന്നെ എന്താണ് അളിയ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം, പറയൂ. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്തായിരിക്കും? സ്വസ്ഥതയും സമാധാനവും അല്ലേ? 27 വയസ്സുവരെ വീട്ടിൽ എനിക്കൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് 2-3 മാസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങി. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണമെങ്കിൽ ലോഡ്ജിൽ റൂം എടുക്കണമെന്ന അവസ്ഥയായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭീകരാവസ്ഥ എൻ്റെ ബെഡ്റൂമാ. ഒരു വീട്ടിൽ ബെഡ്റൂം എന്തിനുള്ളതാ? രാത്രി വരെ പല ജോലിയും ടെൻഷനും പേറി വരുന്ന മനുഷ്യന് ശാന്തമായി ഒന്ന് ഉറങ്ങാൻ, അല്ലേ? അത് ആണായാലും പെണ്ണായാലും. പക്ഷെ മിക്ക ദിവസങ്ങളിലും ഞാൻ ഉറങ്ങുന്നത് 2 മണിക്കോ 3 മണിക്കോ ആണ്. രാവിലെ 5 മണിക്ക് എഴുന്നേക്കേണ്ട എനിക്ക് 2-3 മണിക്കൂർ ഉറക്കം മതിയോ? അളിയ, ഒന്നും മറച്ചു വെക്കണ്ട, തുറന്നു പറഞ്ഞോളൂ. എന്തുകൊണ്ടാണ് അളിയന് ഉറങ്ങാൻ കഴിയാത്തത്? കരച്ചിൽ, സുമയുടെ കരച്ചിൽ, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കരച്ചിൽ. എന്ന് ഒരിക്കൽ കരഞ്ഞ കഥയല്ല ഞാൻ ഈ പറയുന്നേ. ഞാൻ വീട്ടിലുള്ള മിക്ക രാത്രികളിലെ അവസ്ഥയാണിത്. എന്തിനാണ് അവൾ കരയുന്നത്? അറിയില്ല. ഞാൻ പല പ്രാവശ്യം ചോദിച്ചു നോക്കി, പല കാരണങ്ങൾ ഓർത്തു നോക്കി. കരച്ചിലിനിടയിൽ പറയുന്ന പിച്ചും പെയ്യും ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് മാത്രമായിട്ട് ഇങ്ങനെ നോക്ക്. അവിടെ കൊണ്ടുപോകുന്നു പറഞ്ഞു, അവിടെ കൂട്ടുകാരികൾ നോക്കി എവിടെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, അവിടെ കൊണ്ടുപോകുന്നു. തീരുമാനം ഉണ്ടാക്കിയിട്ട് ഉറങ്ങാൻ മതി. എന്ത് തീരുമാനം? എന്താ ഇവിടെ പ്രശ്നം? നിങ്ങൾക്ക് എന്റെ കാര്യം നോക്കാൻ മാത്രം നേരമില്ല.
ലോകത്തുള്ള എല്ലാവരുടെ കാര്യം നോക്കാൻ സമയമുണ്ട്. നിന്റെ ഏത് കാര്യം ഞാൻ നോക്കാത്തത്? എല്ലാവരുടെ കാര്യം കണ്ടറിയുന്ന ആളല്ലേ. കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, 100 കൂട്ടം കാര്യങ്ങൾ തലയിൽ കൊണ്ടു നടക്കുന്ന ആളാ ഞാൻ. നിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയും. എനിക്ക് ഉറങ്ങണം. 5 മണിക്ക് എണീക്കാനുള്ളതാ. നിങ്ങൾ ഉറങ്ങിക്കോ, നിങ്ങൾക്ക് ഉറക്കാണല്ലോ വലുത്. ഓ, നാശം പിടിക്കാനായിട്ട്. നാശം പണ്ടാടങ്ങനായിട്ട് ഈ മോങ്ങളിൽ നിന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. എന്നും രാത്രി ഇത് കേൾക്കാനാണല്ലോ എന്റെ വിധി. മടുത്തു. നാളെ മുതൽ ഇത് കേൾക്കേണ്ടി വരില്ല. നാളെ നിങ്ങൾക്ക് വേറൊരു വാർത്ത കേൾക്കാം. എന്നെ കൊണ്ടുള്ള സ്വരിക്കട ഞാൻ തീർത്തുതരാം. തൂങ്ങിച്ചാവുന്നല്ലേ ഇത് ഞാൻ കുറെ കേട്ടതാ. മുമ്പ് കേട്ട പോലല്ല നാളെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എന്തിനാ നാളേക്ക് വെക്കുന്നേ? ചാവണമെങ്കിൽ ഇപ്പൊ തന്നെ ആവാലോ. എന്നാൽ ഇനിയുള്ള കാലമെങ്കിലും ബാക്കിയുള്ളവർക്ക് സ്വസ്ഥമായി ഉറങ്ങാലോ. ഇപ്പൊ തന്നെ കാണോ? നിങ്ങൾക്ക് കാണണോ? ഇപ്പൊ തന്നെ വേണോ? വേണോന്ന് ഇപ്പൊ തന്നെ വേണോന്ന് നോക്കിക്കോ. രാവിലെ നിങ്ങൾ ഉണരുമ്പോ എന്റെ ശല്യം ഉണ്ടാവില്ല. എന്റെ മിക്ക രാത്രികളും ഇതുപോലെയോ ഇതിനേക്കാൾ ഭീകരമോ ആയിരുന്നു. കരച്ചിലില്ലാത്ത രാത്രികളിൽ മിക്കവാറും മുഖം വീർപ്പിച്ച് പൊതിച്ചുമൂടി കിടക്കും. പേടിപ്പെടുത്തുന്ന ബെഡ്റൂം അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വായിക്കുകയാണെന്ന വ്യാജന ഞാൻ പുസ്തകം തുറന്നു വച്ചിരിക്കും. അല്ലെങ്കിൽ ഓഫീസ് ജോലികൾ പൂർത്തിയാക്കാനും വരുത്താൻ എന്തെങ്കിലും കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും ആ ഇരുത്തത്തിൽ തന്നെ ഉറങ്ങും. അല്ലെങ്കിൽ അവൾ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പതുക്കെ മുറിയിൽ കയറി കിടന്നുറങ്ങും. ചില ദിവസങ്ങളിൽ ഒഫീഷ്യൽ യാത്രയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറപ്പെടും. എന്നിട്ട് ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കും. വീട്ടിൽ വരാതിരിക്കാനുള്ള എന്തെങ്കിലും കാരണം കിട്ടിയാൽ മതി. ഇനിയിപ്പോ 2-3 ദിവസം വീട്ടിൽ ചെന്ന പള്ളിക്കാട്ട് ചെന്ന പോലെ ഒരാട്ടും അനക്കുണ്ടാവില്ല. ഭാര്യയും മക്കളും വീട്ടിലില്ലാഞ്ഞാ പിന്നെ അങ്ങോട്ട് പോവാൻ തന്നെ തോന്നൂല. എനിക്കും അങ്ങനെ തന്നെയാ. വീട്ടിൽ പോകാൻ തീരെ താല്പര്യം ഉണ്ടാവാറില്ല. നല്ല ഭാര്യമാരായാലും അങ്ങനെ വീട്ടിൽ തന്നെ ചുറ്റിപ്പറ്റി കൂടാനാ ഇഷ്ടം ഉണ്ടാവുക. നമ്മുടെ ഓഫീസിലെ സുരേഷിന്റെയും ബഷീറിന്റെയും കഥ നേരെ തിരിച്ചാ. അവർക്ക് ഭാര്യമാർ വീട്ടിലില്ലെങ്കിൽ പിന്നെ വലിയ സന്തോഷ. അന്ന് നേരത്തെ വീട്ടിൽ പോകും. അല്ലെങ്കിൽ അങ്ങാടിയിലും മറ്റും വെറുതെ സമയം കാണുന്നു 10 മണിക്കോ 11 മണിക്കോ ഒക്കെ വീട്ടിൽ കയറിച്ചല്ല. പാവങ്ങള്. അല്ല, നിന്റെ ഭാര്യ തന്നെ വീട്ടിൽ പോയത്? തൊട്ടടുത്ത വീട്ടിൽ കല്യാണ. ഞാനിന്ന് രാത്രി നിന്റെ വീട്ടിൽ കൂടിയാലോ? പിന്നെ ഒരു രാത്രി പോലും ഭാര്യ പിരിഞ്ഞിരിക്കാത്തവനാ രാത്രി എന്റെ വീട്ടില്. എടാ, ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ഉറങ്ങരുത്. രാത്രി എന്തെങ്കിലും സംഭവിച്ചാ അതുകൊണ്ടാ. നിനക്ക് താല്പര്യമില്ല, വേണ്ട. ഹലോ, നീ എന്നെ കളിയാക്കാന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. സത്യമായിട്ട് നീ വരൂ? എടാ, ഞാൻ വരും. അതട സുഹൃത്ത് ബന്ധം. നിന്റെ ഭാര്യ വീട്ടിലില്ലാത്ത എല്ലാ ദിവസവും ഞാൻ വരും. ഓക്കെ. അമ്മ വിളമ്പിത്തിരുന്ന ദിവസം മാത്രമേ വീട്ടിൽ നിന്ന് ഞാൻ വയറു നിറയെ ഭക്ഷണം കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിക്കുന്ന ദിവസം. സുമയുടെ സൽക്കാരം പേടിയാണ് എനിക്ക്. ഏട്ടാ, ഈ കറി കുറച്ചുകൂടി ഒഴിക്കട്ടെ? ഞാൻ ഈ കറി കൂടി കഴിച്ചോളാം. അതെന്താ, ഈ കറി ഇഷ്ടപ്പെട്ടില്ലേ? ഹേയ്, അതുകൊണ്ടല്ല, ഇപ്പൊ ഒരു ടേസ്റ്റ് തോന്നില്ല. ഹോ, നിങ്ങൾക്കല്ലെങ്കിലും രാധികേടത്തിയുടെ കറിയും മഞ്ജുവിന്റെ പുളിശ്ശേരിക്കല്ലേ പറ്റുള്ളൂ. അതാരാ? എനിക്കറിയില്ല. മുമ്പെപ്പോഴും അവരുടെ കൈപുണ്യത്തെപ്പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓ, 2 കൊല്ലം മുന്നത്തെ കഥയല്ലേ? കൊല്ലം എത്ര കഴിഞ്ഞാലും ആ രുചിയും അത് ഉണ്ടാക്കി തന്ന ആളെ മറക്കാൻ കഴിയില്ലല്ലോ. എടി, ഒരു മനുഷ്യന് എല്ലാ സമയത്തും എല്ലാ ഭക്ഷണവും ഒരുപോലെ കഴിക്കാൻ കഴിയില്ല, അറിയോ? അത് നീ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. ഇല്ലേ, ഞാൻ ഒന്നിനും നിർബന്ധിക്കുന്നില്ല. നിങ്ങളുടെ ഓഫീസില് നല്ല കൈപുണ്യമുള്ള പെണ്ണുങ്ങൾ ഒരുപാടുണ്ടല്ലോ. അവരുടെ നമ്പർ ഒന്ന് തന്നാ ഞാൻ വിളിച്ചന്വേഷിച്ച് ഏട്ടന്റെ ഇഷ്ട ഭക്ഷണം ഏതാച്ചാ ഉണ്ടാക്കി തരാം. ഏട്ടന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നേക്കാൾ കൂടുതൽ അറിയുന്നത് അവർക്കാണല്ലോ. നാളെ മുതൽ നീ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുകയും വേണ്ട,
വിളമ്പി തരുവും വേണ്ട. ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. അവിടെ കുത്തി നോവിക്കാൻ ആരും വരില്ലല്ലോ. വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും യാത്ര പോകേണ്ടി വരുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ യാത്ര അയക്കുന്ന സ്റ്റൈൽ എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഒന്നും മിണ്ടാതെ അങ്ങ് ഇറങ്ങിപ്പോയാ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ. നിങ്ങൾ എപ്പോഴാ വരിക? കൃത്യസമയം പറയാൻ കഴിയില്ല. വരുമ്പോ വരും. പെട്ടെന്നൊരു യാത്ര. ആ, വേറെന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ദേശം കാണുമായിരിക്കും. നിങ്ങളുടെ കൂടെ ആരാ ഉള്ളത്? അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. അത് ശരിയാ. ആരാ ഉള്ളതെന്ന് ഞാൻ അറിഞ്ഞാ നിങ്ങൾക്ക് വലിയ സുഖം ഉണ്ടാവില്ലല്ലോ. എന്റെ കൂടെ ഏതോ പെണ്ണുണ്ടെന്ന് തോന്നലല്ലേ? കഷ്ടം. ആണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. നീ ആണുങ്ങളെ വിശ്വസിക്കണ്ട, പെണ്ണുങ്ങളെ വിശ്വസിച്ചോ? എന്റെ മിക്ക യാത്രകളും ഇത്തരം കലാപരിപാടികൾക്ക് ശേഷമാണ് തുടങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സുമിയോട് പറയാതെ വീട്ടിൽ നിന്ന് മുങ്ങലാണ് ഞാൻ. ഒരിക്കൽ ഗൾഫിലേക്കുള്ള ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ ഞാനും 2 ഫ്രണ്ട്സും എറണാകുളത്തേക്ക് പോകാൻ തീരുമാനിച്ചു. 3 പേരുടെയും ട്രെയിൻ ടിക്കറ്റ് ഒരുമിച്ചായിരുന്നു. 5 മണിക്കുള്ള ട്രെയിനിന് പോയാൽ 11 മണിക്ക് എറണാകുളത്തെത്തും. രാത്രി അവിടെ തങ്ങി രാവിലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. 5 മണിക്കുള്ള ട്രെയിൻ കിട്ടണമെങ്കിൽ 3:30 മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം. ആ യാത്ര എന്തായെന്നറിയോ? ഭദ്രമായി ബാഗിലെടുത്ത് വെച്ചിരുന്ന ചില രേഖകൾ കാണാനുണ്ടായിരുന്നില്ല. സുമ മാറ്റിവെച്ചാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. ഇന്റർവ്യൂവിന് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ ഞാൻ നേരത്തെ ഭദ്രമാക്കി വെച്ചതുകൊണ്ട് യാത്രക്ക് തടസ്സമുണ്ടായിരുന്നില്ല. CK ജലീൽ. ഹോ, ഫ്രണ്ട് വിളിക്കാൻ തുടങ്ങി. സുമേ പ്ലീസ്, ആ ബസ് കിട്ടിയില്ലെങ്കിൽ ട്രെയിൻ മിസ്സാവും. ആ ഫോണിൽ തന്നെ. നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് എറണാകുളത്തേക്ക് ഒരു യാത്ര? ഞാനും കൂടെ ഒന്ന് അറിയണല്ലോ. ഒരു ഹോസ്പിറ്റൽ കേസാണ് പുന്നാര സുമേ. എന്ത് ഹോസ്പിറ്റൽ കേസ്? ആരെ ഹോസ്പിറ്റലില്? നിങ്ങൾക്ക് എന്താ അതിൽ കാര്യം? നീ ആ ഫോണൊന്നും തരുന്നുണ്ടോ? ഫോൺ തരൂല. എന്നാ നീ അറ്റൻഡ് ചെയ്യ്, എന്നിട്ട് ഞാൻ മരിച്ചു പറ. മരിക്കാൻ പോകുന്നത് ഞാനാ. നിങ്ങൾ എറണാകുളത്ത് പോയാൽ ഉറപ്പാ ഞാൻ തൂങ്ങിച്ചാവും. കുറെ കാലമായല്ലോ തൂങ്ങിച്ചാവാൻ തുടങ്ങിയിട്ട്. എന്നാ ഇന്ന് തന്നെ ആയിക്കോട്ടെ, ബാക്കിയുള്ളവർക്ക് സ്വൈര്യം കിട്ടുമല്ലോ. നിങ്ങൾ എങ്ങനെ ഞാൻ വിടൂല. മനോ, ഏട്ടാ, അല്ല നീ എന്ത് കളിയായി കളിക്കുന്നേ? നിന്നെ കാത്ത് 2 ആൾക്കാർ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നു. ഫോൺ ചെയ്തിട്ട് എടുക്കണില്ല എന്ന് പറഞ്ഞു. എടാ എന്താ ഫോൺ എടുക്കാത്തെ? എടാ ഫോണ് ഈ ഇടയായിട്ട് നിനക്ക് കൃത്യനിഷ്ഠ വളരെ കുറവാ. അത് ഏട്ടാ ഞാൻ കേട്ടില്ല. ഫോൺ സൈലന്റിലായിരുന്നു. ഒന്ന് ശ്രദ്ധിക്കേണ്ടേ സുമേ. ആ, ഇപ്പൊ പോയ ട്രെയിൻ കിട്ടുമോ? ആ, ഒന്ന് സ്പീഡാക്കിയാ കിട്ടും. ഞാൻ പോട്ടെ. എന്താണ് കൂടെ കൂടെ ഓരോ കാര്യങ്ങൾ. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ആ സമയത്തുള്ള 2 ബസ്സും പോയി. പിന്നെ എങ്ങനെ ഓടിയാലും ട്രെയിൻ കിട്ടില്ല. എന്നാലും രാത്രി ബസ്സിന് പോകാമായിരുന്നു. പക്ഷെ മനസ്സ് ചത്തുപോയി. വീട്ടിലേക്ക് മടങ്ങാനും തോന്നിയില്ല. അതുകൊണ്ട് ടൗണിലേക്ക് പോയി ലോഡ്ജിൽ മുറിയെടുത്ത് 2 ദിവസം അവിടെ തങ്ങി. 2 ദിവസം സുഖമായൊന്ന് ഉറങ്ങി. അപ്പൊ ഫ്രണ്ട്സ്? അവര് പോയി ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. 2 ആൾക്കും സെലക്ഷൻ കിട്ടി. ഇപ്പോൾ 2 ആളും മസ്കറ്റിലാ. 1 ലക്ഷത്തിലധികം ശമ്പളം, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, വർഷത്തിൽ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്. അത് പോട്ടെ, എനിക്ക് വിധിക്കാത്തതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല.
പക്ഷേ അവൾ തൂങ്ങിച്ചാവുക എന്നൊക്കെ പറയുന്നതിനാ എനിക്ക് മനസ്സിലാവാത്തത്. അതവൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. തൂങ്ങിച്ചാവല് മാത്രമല്ല, കിണറ്റിൽ ചാടും, വിഷം കുടിക്കും, കൈയുടെ ഞരമ്പ് മുറിക്കും, അങ്ങനെ പലതും. ഇതാദ്യം കേട്ട ദിവസം എനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അന്ന് ഞാൻ ഉറങ്ങാൻ നേരം വെളുപ്പിച്ചു. ഇതും പറഞ്ഞ് പല ദിവസങ്ങളിലും എന്നെ ഒരുപാട് തീ തീറ്റിച്ചിട്ടുണ്ട് അവള്. വീട്ടിൽ ആളില്ലാത്ത ദിവസങ്ങളിൽ അകത്ത് കയറി വാതിലടച്ച് എന്നെ ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ട് അവള്. അന്നൊക്കെ ഞാൻ അനുഭവിച്ച വേദന അളിയനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. അവളോട് എനിക്കുള്ള വെറുപ്പിന്റെ ഒന്നാമത്തെ കാരണം തന്നെ അവളുടെ ആത്മഹത്യാ ഭീഷണിയാ. അളിയന് ഓർമ്മയുണ്ടോ കഴിഞ്ഞ വർഷം എനിക്കൊരു ആക്സിഡന്റ് പറ്റിയത്? ബൈക്ക് ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോയതാണെന്നല്ലേ എല്ലാവരും വിചാരിച്ചത്. ഞാനാണെങ്കിൽ അത് തിരുത്താനും പോയില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് അറിയോ? സുമയുടെ ചില കടുത്ത വാക്കുകൾ മനസ്സിൽ കിടന്ന് കത്തിയപ്പോ പരിസരം മറന്നുപോയതാ. നിർത്തിയിട്ട ലോറിയുടെ പിറകിൽ ബൈക്കിടിച്ചപ്പോഴാ ഞാൻ റോഡിലാണെന്ന് ഓർമ്മ വന്നത്. ഭാഗ്യം കൊണ്ടാ അന്ന് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. അതിനുശേഷം ഇത്തരം മാനസികാവസ്ഥയിൽ ഞാൻ വണ്ടി ഓട്ടാറില്ല. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ഒരു കല്യാണത്തിന് പുറപ്പെട്ടു. അമ്മേ, ഞങ്ങൾ ഇറങ്ങണേ. ദാ വരുന്നു. നിങ്ങൾ ഇറങ്ങിയിട്ട് വേണം വാതിലടച്ചൊന്ന് കിടക്കാന്ന് വിചാരിക്കായിരുന്നു. എന്തൊരു ഒരുക്കാ ഇത്. അച്ഛനും ദേവനും ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാവും. പെണ്ണുങ്ങളുടെ ഒരുക്കം തീരുവോ? അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഹാ, ഇനി എന്നെ കുറ്റം പറഞ്ഞോ? പോട്ടെ അമ്മേ, അമ്മ പോയി കിടന്നോളൂ കേട്ടോ. എടി, മുഹൂർത്തത്തിന് സമയായി, വേഗം വാ. ദേ വരണേട്ടാ. കേറ്. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. കല്യാണ വീടാണ്. കുടുംബക്കാരായിട്ടും മറ്റും പല സ്ഥലത്തുനിന്നും കുറേ പെണ്ണുങ്ങൾ വരും. അവരുടെയൊക്കെ വായിൽ നോക്കി ഇരിക്കരുത്. അല്ലെങ്കിൽ തന്നെ കല്യാണത്തിന് വരുന്ന ഓരോ പെണ്ണുങ്ങളുടെ വേഷം കണ്ടാലേ നോക്കി വെള്ളറക്കണ കുറെ ആണുങ്ങൾ കല്യാണ വീട്ടിലുണ്ടാവും. നിങ്ങൾക്കും അങ്ങനെ ഒരു സൂക്കേടുണ്ടെന്ന് എനിക്കറിയാം. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഊട്ടിയിൽ പോയപ്പോഴേ കുറേ നേരം ഗാർഡനിൽ കുത്തിരുന്നത് ഓർമ്മയുണ്ടോ? അവിടെ ഒരു പൂമരത്തിന്റെ ചോട്ടില് ഒരു മഞ്ഞ ചുരിദാറിട്ട പെണ്ണിനെ നിങ്ങളിങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മുഖത്ത് വന്നൊരു പുഞ്ചിരി, അതൊന്ന് കാണായിരുന്നു. അതുപോലെ ഇന്നാളെ ട്രെയിനിൽ കയറിയപ്പോ ഓപ്പോസിറ്റ് സീറ്റിലിരുന്ന പെണ്ണിന്റെ മുഖം ഇപ്പോഴും മനസ്സിലുണ്ടാവൂല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് എന്തിനാന്ന് എനിക്കറിയില്ലെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ടൊക്കെയാ ഞാൻ പറയുന്നേ, കല്യാണ വീട്ടില് നിങ്ങളുടെ മുഖത്ത് എപ്പോഴും എന്റെ ഒരു കണ്ണുണ്ടാവും. നിക്കടി. കല്യാണത്തിന് നീ ഒറ്റയ്ക്കങ്ങ് പോയാ മതി. ഓട്ടോറിക്ഷയിലോ ബസ്സിലോ എങ്ങാണെന്ന് വെച്ച് പോക്കോ. അമ്മേ, ഒരക്ഷരം വേണ്ടിയാ നിന്റെ സ്വഭാവം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. എന്തെങ്കിലും എടുക്കാൻ മറന്നോ? അല്ല, കല്യാണത്തിന് പോണ്ടാന്ന് തീരുമാനിച്ചു. അതെന്തേ? അമ്മയോടെ ഒറ്റക്കാക്കി പോകുന്നത് ശരിയാണോ? ഇതിനു മുൻപ് ഞാൻ എത്ര പ്രാവശ്യം ഒറ്റയ്ക്ക് നിന്നതാ. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഫോണില്ലേ, നിങ്ങൾ പോയിക്കോളൂ. അമ്മ പോയി കിടന്നോളൂ, ഞങ്ങൾ ഏതായാലും ഇന്ന് പോണില്ല. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ല അമ്മേ. ഞാനാ പറഞ്ഞത് അമ്മേനെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോണ്ടാന്ന്. അത് മാനുവേട്ടന് അത്രയ്ക്കങ്ങ് പിടിച്ചിട്ടില്ല. അത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അമ്മ പോയി കിടന്നോളൂ. ഇനി കല്യാണത്തിന് പോകാത്ത കേസ് നിങ്ങൾ തന്നെ തീർത്തോളൂ. അന്ന് സുമ അവിടെ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ ഏതൊരു ഭർത്താവിൻ്റെ സമനില തെറ്റിക്കുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷമ കൈവിടാതെ ഞാൻ പിടിച്ചു വന്നു. പക്ഷേ
ആത്മഹത്യ ലൈവായി കാണിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ കൺട്രോൾ പോയി. കെട്ടി തൂങ്ങി ചാവുന്നെങ്കിൽ ചാവടി. അതിന്റെ പേരിൽ ജയിൽ പോകേണ്ടി വന്നാലും എനിക്ക് പുല്ല. നിന്റെ കൂടെയുള്ള ഈ നരക ജീവിതത്തെക്കാൾ നല്ലത് ജയിലാ. എനിക്ക് മനസ്സമാധാനം വേണം, മനസ്സമാധാനം. അത് നീ ചത്തിട്ടാണ് കിട്ടുന്നെങ്കിൽ പോയി ചാവടി. പോയി ചാവ്. കുറെ കാലായി ഞാൻ. മനു, മനു, എന്താ അവിടെ? വാതില് തുറക്ക്. മനു, നിന്നോട് വാതില് തുറക്കാനാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? വാതില് തുറക്കാൻ. മനു, സുമേ, എന്താണ് എന്താണ് അവിടെ? എന്താ അമ്മേ, അമ്മ ഉറങ്ങിയില്ലേ? എന്താ ഞാൻ ഈ കേട്ടതൊക്കെ? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഞങ്ങള് തമ്മിലോ? ആ. ഞങ്ങള് തമ്മിൽ എന്ത് പ്രശ്നം? പിന്നെന്താ ചാവണയും കൊല്ലണയും ഒക്കെ വർത്താനം കേട്ടത്? എന്താ മോളെ ഞാൻ ഈ കേട്ടതൊക്കെ? എന്റെ അമ്മേ, മനുവേട്ടൻ കല്യാണത്തിന് പോവാതിരുന്നതേ അമ്മ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ടൊന്നല്ല. ഏതോ ക്ലബിന്റെ നാടകത്തിൽ അഭിനയിക്കാൻ പോവാനാ. ആ, അതില് ഡയലോഗ് പറയായിരുന്നു. ഞാൻ തന്നെ ആകെ പേടിച്ചുപോയി. ഹോ, വല്ലാത്തൊരു ഡയലോഗാണ് എന്റെ ഏട്ടാ. നിങ്ങക്ക് ഏതെങ്കിലും കോമഡി സീനി ചെയ്താ പോരെ? അതാ നിങ്ങക്ക് ചേരുക. ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും എന്റെ ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും ഒരിക്കൽ സംഭവിച്ച കാര്യങ്ങളല്ല. നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ. അതിന്റെ കാര്യവും കാരണങ്ങളൊന്നും ഇന്നേ വരെ എനിക്ക് പിടികിട്ടിട്ടില്ല. എന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പറയുകയാണെങ്കിൽ ഇനിയും കുറെ പറയാനുണ്ട്. പക്ഷെ 100% നന്മകൾ മാത്രം ഞാൻ ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരു 50% നന്മയെങ്കിലും ന്യായമായും എനിക്ക് അർഹതപ്പെട്ടതല്ലേ ഒരു ഭർത്താവ് എന്ന നിലയിൽ. ഒരു വേലക്കാരിയുടെ റോളായിരുന്നെങ്കിൽ അവൾ 100% ഓക്കെയാ. വീട്ടുജോലികൾ ചെയ്യാനും അമ്മയെ സഹായിക്കാനും അതിഥികളെ സ്വീകരിക്കാനും ഒക്കെ അവൾ മുൻപന്തിയിൽ തന്നെയാ. പക്ഷെ ഭർത്താവ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഭക്ഷണമോ അവളുടെ ശരീരമല്ല, മനസ്സമാധാനം, സ്വസ്ഥത. അതിലപ്പുറം മറ്റൊന്നും വേണ്ട. അതെനിക്കില്ല. ചെലവ് വളരെ കൂടുതലായത് എങ്ങനെയാണെന്ന് നീയാണ് പറയേണ്ടത്. വീട്ടുജോലി എന്ന് പരാതിപ്പെടാൻ സ്ത്രീകൾക്ക് അവകാശമില്ല. കാരണം അത് പൂർണ്ണമായിട്ടും അവരുടെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. ഒരു തർക്കത്തിനും വഴക്കിനും ഞാൻ കാരണം ഉണ്ടാക്കിയിട്ടില്ല. 1 രൂപയെങ്കിലും വീട്ടു ചെലവ് കുറയ്ക്കാനല്ലാതെ കൂട്ടാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അവളെ ഇനി കഷ്ടപ്പെടുത്തിയാലേ നിന്റെ പൂന്തോട്ടം കരിഞ്ഞ് പണ്ടാരടങ്ങി പോവും. വക്കീലിന് എവിടെയും വരാം. വക്കീൽ അവിടെ വരണ്ട. ഇത് രാജീവ് രേഖ. ഇതിനപ്പുറം കടന്നാൽ എന്തോ അടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മനുഷ്യന് തിന്നാനുള്ളതോ അതോ നാൽക്കാലിക്കുള്ളതോ? കൊപ്രക്കളത്തിലെ കാടാമ്പൂച്ചയെ പോലുള്ള നിങ്ങളുടെ ചീർത്ത തടി ജയിലിൽ കടന്ന് നീർക്കോലി പരുവത്തിലാവും. ജാഗ്രത. ഈ ഷൂ ഒന്ന് പോളിഷ് വെച്ചൂടെ എനക്ക്? ഇവിടെ എന്താ മലമറിക്കുന്ന പണിയുണ്ട് എനക്ക്? വെറുതെ അറിഞ്ഞിരിക്കാനാണെങ്കിൽ ഞാൻ പെറ്റി കേസിന്റെയും സിവിൽ കേസിന്റെയും ക്രിമിനൽ കേസിന്റെയും കുറെ സെക്ഷൻ പറഞ്ഞു തരാം. വെറുതെ ഇരുന്ന് പഠിച്ചോ. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് നിസ്സംശയം ബോധ്യം വന്നിരിക്കുന്നു. ആയതിനാൽ 5 മിനിറ്റിനുള്ളിൽ പ്രതിയെ തൂക്കാൻ കോടതി വിധിക്കുന്നു.